everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 81st lecture on Strategic Cost and Management Accounting. This lecture is based on Business Analysis Embedded in Enterprise Performance Management, which is the 6th module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. Previous lecture we were discussing about techniques for business analysis, and in this lecture we are going to continue with the same topic, that is techniques for business analysis. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ലിനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലിനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, മീനിങ് ആൻഡ് റിക്വയർമെൻറ്റ്സ്, ആപ്ലിക്കേഷൻസ്, ലിമിറ്റേഷൻസ് ഇത്രയുമായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ലിനിയർ കൺസ്ട്രെയിൻറ്റ്സ്, സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾസ് ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. The objective function is of the form z is equal to c1x1 plus c2x2 plus up to plus cnxn. ലിനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫോമാണ് ഈ തന്നിരിക്കുന്നത്. ഈ ഫോമിലാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുന്നത്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ c1, c2 അപ് ടു cn കോൺസ്റ്റൻസ് ആണ്, ആൻഡ് x1, x2 അപ് ടു xn ഡിസിഷൻ വേരിയബിൾസ് ആണ്. Next one is linear constraints, set of restrictions imposed on the variables appearing in the objective function. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫോം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അപ്പിയർ ചെയ്യുന്ന വേരിയബിൾസിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസ് ആണ് ലിനിയർ കൺസ്ട്രെയിൻറ്റ്സ്. ദീസ് റെസ്ട്രിക്ഷൻസ് ആർ ഡ്യൂ ടു ദ ലിമിറ്റേഷൻസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻസ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ദീസ് റെസ്ട്രിക്ഷൻസ് ആർ ഓഫ് ദി ഫോം a1x1 പ്ലസ് a2x2 പ്ലസ് up to an xn greater than or equal to b or less than or equal to b. ഈ കൺസ്ട്രെയിൻസിൽ a1, a2 up to an and b are constants. There may be more than one constraint. ഒരു പ്രോബ്ലത്തിൽ, ലിനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഒന്നിൽ കൂടുതൽ കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ടാകാം. Next one is slack variable, the non-negative variable which is added to the left-hand side of the constraint to convert it into equation is called slack variable. തന്നിരിക്കുന്ന ഇനീക്വാലിറ്റീസിനെ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് കൺസ്ട്രെയിൻറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുന്ന നോൺ നെഗറ്റീവ് വേരിയബിൾ ആണ് സ്ലാക്ക് വേരിയബിൾ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആകും. ഇനീക്വാലിറ്റീസ് നോക്കാം. എക്സാമ്പിൾ, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, x plus 2y less than or equal to 8, xy greater than or equal to 0. ഈ കൺസ്ട്രെയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. In order to convert above inequalities into equation, we add slack variables on the left hand side. തന്നിരിക്കുന്ന ഇനീക്വാലിറ്റീസിനെ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൺസ്ട്രെയിൻറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യും. ഫസ്റ്റ് തന്നിരുന്നത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നായിരുന്നു. അപ്പോൾ അതിനെ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഈസ് ഈക്വൽ ടു 6, ആ ഇനീക്വാലിറ്റിയെ കൺവേർട്ട് ചെയ്ത് ഇക്വാലിറ്റി ആക്കി. ഇവിടെ ആഡ് ചെയ്ത സ്ലാക്ക് വേരിയബിൾ ഇസെഡ് ആണ്. ഇനി എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നായിരുന്നു. അതിനെ കൺവേർട്ട് ചെയ്ത് ഇക്വേഷൻ ആക്കുന്നതിന് വേണ്ടി എക്സ് പ്ലസ് 2y പ്ലസ് w ഈസ് ഈക്വൽ ടു 8. ഇവിടെ ആഡ് ചെയ്ത സ്ലാക്ക് വേരിയബിൾ w ആണ്. w എക്സ് വൈ ഇസെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Next one is surplus variable, the positive variable which is subtracted from the left hand side of the constraint to convert it into equation is called surplus variable. തന്നിരിക്കുന്ന ഇനീക്വാലിറ്റീസിനെ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് കൺസ്ട്രെയിൻറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്ന പോസിറ്റീവ് വേരിയബിൾ ആണ് സർപ്ലസ് വേരിയബിൾ. എക്സാമ്പിൾ നോക്കാം. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8, എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇങ്ങനെയാണ് കൺസ്ട്രെയിൻറ്റ്സ് തന്നിരിക്കുന്നത്. ഇൻ ഓർഡർ ടു കൺവേർട്ട് എബോവ് ഇനീക്വാലിറ്റീസ് ഇൻ ടു ഇക്വേഷൻ വി സബ്ട്രാക്ട് സർപ്ലസ് വേരിയബിൾസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇവിടെ തന്നിരിക്കുന്ന ഇനീക്വാലിറ്റീസിനെ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് കൺസ്ട്രെയിൻറ്റ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും സർപ്ലസ് വേരിയബിൾസ് സബ്ട്രാക്ട് ചെയ്യും. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നായിരുന്നു. ഇതിനെ ഇക്വേഷൻ ആക്കുമ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് ഇസെഡ് ഈസ് ഈക്വൽ ടു 6 എന്നാകും. ഇസെഡ് ആണ് ഇവിടുത്തെ സർപ്ലസ് വേരിയബിൾ. എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്നായിരുന്നു. അത് ഇക്വേഷൻ ആക്കുമ്പോൾ
എക്സ് പ്ലസ് 2y മൈനസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 8 എന്നാകും. ഇവിടെ ഡബ്ല്യു ആണ് സർപ്ലസ് വേരിയബിൾ. ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ. Next one is artificial variables. There exist linear programming problems where slack variables are not able to provide a basic feasible solution. അതായത് ചില ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൽ സ്ലാക്ക് വേരിയബിൾസ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഏബിൾ ആയിരിക്കില്ല. അതായത് കൺസ്ട്രൈൻസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്താൽ പോലും ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടണം എന്നില്ല. ആൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇസ് ആഡഡ് ടു സോൾവ് സച്ച് പ്രോബ്ലംസ്. ആ ഒരു കേസിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യും. ഇൻ സച്ച് കേസസ് ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ of slack variables, artificial variables are introduced on the left hand side of all constraints of less than or equal to type. ഈ കേസിൽ സ്ലാക്ക് വേരിയബിൾസിൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷം ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു ടൈപ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. The objective of artificial variables is to obtain an initial basic feasible solution. ഒരു ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ ഒബ്ജക്റ്റീവ്. ദീസ് വേരിയബിൾസ് ആർ ഫിക്റ്റീഷ്യസ് ആൻഡ് കനോട്ട് ഹാവ് എനി ഫിസിക്കൽ മീനിങ്. ഈ വേരിയബിൾസ് ഫിക്റ്റീഷ്യസ് ആണ് ആൻഡ് ഇതിന് ഫിസിക്കൽ മീനിങ് ഒന്നുമില്ല. ദീസ് വേരിയബിൾസ് ആർ നോട്ട് അലൗഡ് ടു അപ്പിയർ ഇൻ ദ ഒപ്റ്റിമൽ സർപ്ലസ് ടേബിൾ. ഒപ്റ്റിമൽ സർപ്ലസ് ടേബിളിൽ ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് അപ്പിയർ ചെയ്യില്ല. We will discuss the balance portion on linear programming problems in the next lecture. Thank you.